ഹായ്, എപ്പിസോഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. പലപ്പോഴും നമ്മൾ കഥകളിലും സിനിമകളിലുമൊക്കെ കാണാറുണ്ട് വളരെ പവർഫുള്ളായ ആളുകളെക്കുറിച്ച്. അതുപോലെ തന്നെ വളരെ പവർഫുള്ളായ കമ്പനികൾ, പവർഫുള്ളായ ഫാമിലികൾ, അങ്ങനത്തെ രഹസ്യ സംഘങ്ങൾ, അതുപോലെ തന്നെ മാഫിയ സംഘങ്ങൾ. ഇവരൊക്കെ സിനിമകളിലും കഥകളിലും മാത്രമല്ല യഥാർത്ഥ ലോകത്തുമുണ്ട്. അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് ഒരു ചുരുങ്ങിയ മനുഷ്യായുസ് കൊണ്ട് അത്രയും വലിയ ഹൈറ്റ്സിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അഥവാ എല്ലാവർക്കും അങ്ങനെ എത്താൻ സാധിക്കുന്നില്ല, ഇവർക്ക് മാത്രം സാധിക്കുന്നുണ്ട്. ഇതിനൊരു തെളിവ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന പല വൻകിട കോർപ്പറേറ്റ് കമ്പനികളും ഒരൊറ്റ ജനറേഷൻ ആളുകൾ പടുത്തുയർത്തിയതാണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ മില്യണേഴ്സിനെ ഉണ്ടാക്കിയവയാണ് ഇത്തരം കമ്പനികളെല്ലാം. ആപ്പിൾ അങ്ങനെയാണ്, ടെസ്ല അങ്ങനെയാണ്, സ്പേസ് എക്സ് അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ തലവന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നത് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ പവർഫുള്ളായ ഒരു വ്യക്തിയായി മാറാനും ഇൻഫ്ലുവൻഷ്യലായ ഒരാളായി മാറാനും അധികം സമയമൊന്നും ആവശ്യമില്ല എന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത്, ഇങ്ങനെയുള്ളവർ പർപ്പസിനെയും പ്രോസസ്സിനെയും കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളവരാണ് എന്നതാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാദ്യം അറിയണം, എങ്ങനെ ചെയ്യണം എന്നറിയണം, എല്ലാറ്റിനും ഉപരി എന്തിന് ചെയ്യണം എന്നറിയണം. ഈ എന്തിന് ചെയ്യണം എന്ന ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുമ്പോഴേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അതെന്തിനാ ചെയ്യണേന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. കുട്ടികൾ പറയാറുള്ള പരാതിയാണ്, പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ എന്തിന് പഠിക്കണം അത് നിങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളത് ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്താണ് പർപ്പസ്, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായിരിക്കും പവർഫുള്ളായ ആളുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ നെറ്റ്വർക്കിലാണ് ഫോക്കസ് ചെയ്യാറുള്ളത് എന്ന്. അതായത് ഇവരുടെ അതേ കാഴ്ചപ്പാടുള്ള ആളുകൾ, ഇവരുടെ അതേ നിലപാടുകളുള്ള ആളുകൾ, ഇവരുടെ അതേ വീക്ഷണങ്ങളുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവരുമായി എപ്പോഴും നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. അതിനുവേണ്ടി ഇവർ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ റിച്ചായ ആൾക്കാരുടെ കമ്മ്യൂണിറ്റികളും റിച്ചായ ആൾക്കാരുടേതായിരിക്കും. സെലിബ്രിറ്റികളായ ആൾക്കാരുടെ കമ്മ്യൂണിറ്റികൾ ക്ലബ്ബുകളിലും അധികം സെലിബ്രിറ്റീസ് തന്നെയായിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾ സെയിമാണ്, അവരുടെ മനോഭാവം സെയിമാണ്, അവരുടെ വർക്ക് എത്തിക്സ് സെയിമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളുമായിട്ട് അവർക്ക് സമ്പർക്കമുണ്ടാക്കാനും അതിൽ തന്നെ അത്തരം ക്ലബ്ബുകളിൽ തന്നെ നിലനിൽക്കാനും സാധിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്കിൽ ഫോക്കസ് ചെയ്യുക. ഇനി പലപ്പോഴും നമുക്ക് തോന്നും ജീവിതത്തിൽ നെറ്റ്വർക്ക് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കാര്യമില്ല, ബോണ്ടുകൾ കൊണ്ട് കാര്യമില്ല എന്ന്. നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ ബോണ്ടുകൾ നിങ്ങളത് കാണാത്തത് കൊണ്ടാണ് എന്നാണ്. അതായത് അതേ കാഴ്ചപ്പാടുള്ള സിമിലർ മൈൻഡഡ് ആയ ആളുകളെ ഒരിക്കൽ നിങ്ങൾ കണ്ടെത്തിയാൽ മതി, പിന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരിലൂടെ നിങ്ങളും നിങ്ങളിലൂടെ അവരും വളർന്നുകൊണ്ടേയിരിക്കും. പരസ്പരം കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ആ ബോണ്ട് ഒരിക്കലും മീനിങ്ലെസ് ആവുകയോ ബോറിംഗ് ആവുകയോ ഇല്ല. അതുകൊണ്ട് നെറ്റ്വർക്കിൽ ഫോക്കസ് ചെയ്യുക, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവർക്ക് ബ്രൂട്ടൽ ലോയലിറ്റിയും വർക്ക് എത്തിക്സുമാണുള്ളത്. ഒന്നുകൂടെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് വിശ്വസ്തത എന്ന് പറയുന്നതും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള നിഷ്കർഷ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ടാണ് തിരിച്ചടികൾ കിട്ടുമ്പോൾ ഇവർ രണ്ടാമത് ശ്രമിക്കാൻ തയ്യാറാവുന്നത്. പലപ്പോഴും വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വട്ടം കൂടെ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ പർപ്പസിന് വേണ്ടി, നിങ്ങളുടെ പ്രോസസ്സിന് വേണ്ടി, നിങ്ങളുടെ ഡ്രീമുകൾക്ക് വേണ്ടി വളരെ ലോയലായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഇതിൽ സ്വയം വഞ്ചിക്കാതിരിക്കുക എന്നതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം. പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത്, എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചതാവില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി വിട്ടൊരു ചിന്തയായിരിക്കും. നിങ്ങളത് തന്നെ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറന്നു കളയണം. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ശ്രമിക്കണം. ഇനി ഈ ശ്രമിക്കുന്ന സമയത്ത് പരാജയം ഉണ്ടാകുമ്പോഴും നിങ്ങളവിടെ ചിന്തിക്കേണ്ടത്, ആ പരാജയം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നിങ്ങൾ അടുത്ത തവണ ശ്രമിക്കാൻ തുടങ്ങുന്നത് വരെ നിങ്ങളൊരു തോൽവിയായി നിലനിൽക്കുന്നുള്ളൂ. നിങ്ങൾ രണ്ടാമത് ശ്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ശ്രമിക്കുന്ന ഒരാളാണ്.
അതുകൊണ്ട് എപ്പോഴും ലോയലായി നിൽക്കുക. നിങ്ങളുടെ പർപ്പസുകൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രോസസ്സുകൾക്ക് വേണ്ടി, അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി എപ്പോഴും നിലനിൽക്കുക. എന്തൊക്കെ തിരിച്ചടികളുണ്ടായാലും ഗോളിനെ മാറ്റാതെ ട്രാക്ക് മാത്രം മാറ്റിപ്പിടിക്കുക. അതാണ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് ഗവേണൻസ് ആണ്. അതായത് സ്വയം നിയന്ത്രിക്കുന്ന, സ്വയം ഭരിക്കുന്ന, സ്വന്തം കാര്യം സ്വയം ഗവേൺ ചെയ്ത് കൊണ്ടുപോകുന്ന രീതി. ഗവേണിങ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അവിടെ ഡയറക്ഷൻ ഉണ്ട്. അതായത് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ചിന്തയുമുണ്ട്. അതിനെ എങ്ങനെ ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകണം, അതിനുള്ള മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. ഡയറക്ഷനും മാനേജ്മെൻറ്റും ഒരുപോലെയുള്ള ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയാം. സെൽഫ് ഗവേണൻസ് ആണ് ലീഡറുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ലീഡർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാം, എങ്ങനെ പോകണമെന്നറിയാം, എന്തിനു പോകണമെന്നറിയാം, എങ്ങനെ കൂടെയുള്ളവരെ കൊണ്ടുപോകണം എന്നും അറിയാം. അവിടെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ ധാരണയൊക്കെ ഉണ്ടാവും, പക്ഷേ അത് നിങ്ങളുടെ കാഴ്ചപ്പാടായിരിക്കില്ല. എവിടെ നിന്നെങ്കിലും കേട്ട്, എവിടെ നിന്നെങ്കിലും കണ്ട ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. സെൽഫ് ഗവേണൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യം വേണം. നിങ്ങൾക്ക് തന്നെ സ്വയം അത് ചിന്തിച്ച് കണ്ടെത്താൻ സാധിക്കണം. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നാണ്. എവിടെ നിന്നെങ്കിലും കേട്ടൊരു കാര്യം വെച്ച് നിങ്ങൾ പോകുമ്പോൾ സത്യം പറഞ്ഞ ഗൈഡ് വെച്ച് പഠിക്കുന്ന പോലെയാണ്. ആ ചോദ്യം വന്ന ഉത്തരം എഴുതാം, രണ്ടാമതൊന്ന് മറിച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് സെൽഫ് ഗവേണൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഈ കൂട്ടർക്ക് കാണാറുണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കുക, റെസ്പോൺസിബിൾ ആയിരിക്കുക, അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കുക. അതാണ് കറക്റ്റായ വാക്കുകൾ എന്ന് പറയുന്നത്. നിങ്ങളെപ്പോഴും ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. നിങ്ങൾക്ക് പറ്റുന്ന വിജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിനുള്ള തണ്ടല്ല അധികം പേര് കാണിക്കാറില്ല എന്നതാണ്. കാരണം നമുക്ക് വിജയത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം, പക്ഷേ തോൽവിയുടെ ഉത്തരവാദിത്വം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭൂരിഭാഗം കേസുകളിലും ഒരു പ്രശ്നം വന്നാൽ ആളുകൾ ആദ്യം ചെയ്യുക അത് മറ്റൊരാളുടെ തലയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ ഗട്ട്സുള്ള ഒരാൾക്ക് മാത്രമേ അത് എൻ്റെ തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ തെറ്റിനെ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോഴേ നമ്മളത് എങ്ങനെ തിരുത്താമെന്ന് ചിന്തിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അഡ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും മെഷറബിൾ ആയിരിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഗ്രസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ഇമ്പ്രൂവ്മെൻറ്റ് അതെപ്പോഴും മെഷർ ചെയ്തുകൊണ്ട്. കാരണം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒന്നും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ പണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലായാലും ശരി, എപ്പോഴും അളന്നുകൊണ്ടിരിക്കുക, അളവിൽ കൃത്യത പാലിക്കുക എന്നതാണ്. ഇങ്ങനെ സദാസമയം അക്കൗണ്ടബിളായ, റെസ്പോൺസിബിളായ, മെഷറബിളായ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരാൻ സാധ്യത കൂടുതലാണ്. കാരണം ലോകത്തെ പവർഫുള്ളായ വ്യക്തികളെല്ലാവരും ഈ പ്രോപ്പർട്ടി ഉള്ളവരാണ് എന്നതാണ്. അതുപോലെ തന്നെ എപ്പോൾ സ്പോട്ട്ലൈറ്റിലേക്ക് പോകണം, എപ്പോൾ ഹൈഡ് ചെയ്യണം എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്, യുദ്ധത്തിൽ എവിടെ ആക്രമിക്കണമെന്ന് മാത്രമല്ല എവിടെ പിൻവാങ്ങണമെന്നും നമുക്കറിയണമെന്ന്. പലപ്പോഴും ആക്രമണം മാത്രമല്ല യുദ്ധം എന്ന് പറയുന്നത്, അതിൽ നിന്നും കൃത്യമായ ശത്രുവിന് ശക്തിയുള്ള സമയത്ത് നമ്മൾ പിൻവാങ്ങി ഒന്ന് മറഞ്ഞു നിൽക്കുകയും വേണം. നമ്മൾ കവർ എടുക്കേണ്ട സമയത്ത് കവർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അവരുടെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ എവിടെയാണ് നമ്മുടെ പേസ് കൂട്ടേണ്ടത്, എവിടെയാണ് ആ പേസ് കുറയ്ക്കേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് കുറച്ച് വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അങ്ങനെ ഇത്തരമൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തവരാണ് ലോകത്തെ പവർഫുള്ളായ ആളുകൾ എന്ന് പറയുന്നത്. ഇവർ നയിക്കുന്ന കമ്പനികളാണ് ലോകത്തെ പവർഫുള്ളായ കമ്പനികളാവുന്നത്. ഇവരുണ്ടാക്കുന്ന ഫാമിലികളാണ് ലോകത്തെ പവർഫുള്ളായ ഫാമിലികളായി മാറുന്നത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പ്രിസൈസായ പോയിന്റുകളാക്കി വീഡിയോയിൽ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.